നമസ്കാരം. ഇന്നത്തെ ഡിഫോക്കസ് തുടങ്ങുന്നു. മുൻമന്ത്രി പി ജയരാജനെതിരായ ബന്ധുനിയമന കേസ് അവസാനിപ്പിക്കുന്നുവെന്ന് വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചു. വിജിലൻസിനെ കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. വിജിലൻസ് സൂപ്പർ പവർ ആകേണ്ടെന്നും പോലീസിന്റെ ഭാഗം മാത്രമാണെന്നും കോടതി സൂചിപ്പിച്ചു. ബന്ധുനിയമനത്തിൽ പി ജയരാജനെതിരായ കേസ് നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതിയിൽ വിശദീകരണം നൽകിയ വിജിലൻസ് കേസ് അവസാനിപ്പിക്കുകയാണെന്ന് ഇന്ന് കോടതിയെ അറിയിച്ചു. KSIDC MD സ്ഥാനത്ത് സുധീർ നമ്പ്യാരെ നിയമിച്ചെങ്കിലും ചുമതല ഏറ്റെടുക്കാത്തതിനാൽ സർക്കാരിന് സാമ്പത്തിക നഷ്ടം ഒന്നും ഉണ്ടായിട്ടില്ലെന്ന നിലപാടാണ് വിജിലൻസ് കോടതിയിൽ സ്വീകരിച്ചത്. തുടർന്നാണ് വിജിലൻസിനെ രൂക്ഷമായ ഭാഷയിൽ കോടതി വിമർശിച്ചത്. രാഷ്ട്രീയക്കാർക്കോ മാധ്യമങ്ങൾക്കോ അടിമപ്പെട്ടല്ല FIR രജിസ്റ്റർ ചെയ്യേണ്ടത്. മന്ത്രിസഭ എടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പറയാൻ വിജിലൻസിന് അധികാരമില്ല. തീരുമാനം പുനഃപരിശോധിക്കേണ്ടത് കോടതിയാണ്. വിജിലൻസ് അധികാരം മനസ്സിലാക്കണമെന്നും ക്രിമിനൽ നടപടി ചട്ടത്തിന് വിധേയമായി വേണം പ്രവർത്തിക്കാനെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഹർജി 6-ാം തീയതി പരിഗണിക്കാനായി മാറ്റി. മീഡിയ 1, കൊച്ചി. ബന്ധുനിയമന കേസ് വിജിലൻസ് അവസാനിപ്പിച്ചെങ്കിലും മന്ത്രിസഭയിലേക്കുള്ള പി ജയരാജന്റെ തിരിച്ചുവരവ് എളുപ്പമാകാനിടയില്ല. ജയരാജന് വേണ്ടി മന്ത്രിസഭാ പുനഃസംഘടന നടത്താൻ CPM തൽക്കാലം തയ്യാറാകില്ലെന്നാണ് സൂചന. ബന്ധുനിയമ വിവാദത്തിൽ പാർട്ടി നടപടി നേരിട്ടതും ജയരാജന് തിരിച്ചടിയാകും. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് ബന്ധുനിയമനം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് കഴിഞ്ഞ ഒക്ടോബറിലാണ് പി ജയരാജൻ മന്ത്രിസ്ഥാനം രാജിവെച്ചത്. ബന്ധുനിയമനം ഗൌരവതരമാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെയായിരുന്നു രാജി. ബന്ധുനിയമന കേസിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതോടെ ജയരാജന്റെ നില കൂടുതൽ പരുങ്ങലിലാകുകയും ചെയ്തു. എന്നാൽ 7 മാസത്തിനു ശേഷം കേസ് അവസാനിപ്പിക്കാൻ വിജിലൻസ് തീരുമാനിച്ചതോടെ മന്ത്രിസഭയിലേക്ക് തിരിച്ചുവരാനുള്ള ജയരാജന്റെ മുന്നിലെ നിയമതടസ്സം ഒഴിവാകുകയാണ്. മന്ത്രിസ്ഥാനം ജയരാജൻ തിരികെ ആവശ്യപ്പെട്ടാൽ CPMന് അത് ഗൌരവമായി പരിഗണിക്കേണ്ടിയും വരും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ജയരാജന്റെ തിരിച്ചുവരവ് എളുപ്പമാകില്ലെന്നാണ് സൂചന. ജയരാജനെ തിരിച്ചെടുക്കുകയാണെങ്കിൽ പകരം വന്ന MM മണിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടിവരും. ഇതിന് മുഖ്യമന്ത്രി തയ്യാറാകില്ലെന്നാണ് സൂചന. മാത്രമല്ല, ബന്ധുനിയമന വിവാദത്തിൽ പാർട്ടിക്കുള്ളിൽ ശിക്ഷണ നടപടി നേരിട്ടതും ജയരാജന് തടസ്സം സൃഷ്ടിക്കും. ബന്ധുനിയമനത്തിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയില്ലെന്ന വാദം അംഗീകരിക്കുമ്പോഴും രാഷ്ട്രീയമായി ജയരാജൻ ചെയ്തത് ശരിയല്ലെന്ന നിലപാടാണ് CPM കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്കുള്ളത്. നിരന്തരം വിവാദങ്ങൾപ്പെടുന്ന ജയരാജനെ മന്ത്രിസഭയിലേക്ക് തിരിച്ചെടുക്കുന്നത് ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലും നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിനുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടാകും നിർണായകമാവുക. K. സജീഷ്, മീഡിയ 1, തിരുവനന്തപുരം. ഹൈക്കോടതിയിൽ കേസ് അവസാനിപ്പിക്കുന്നുവെന്ന വിജിലൻസിന്റെ തീരുമാനപ്രകാരം പി ജയരാജൻ അഴിമതിമുക്തനാകുമോ? അദ്ദേഹത്തിന് മേൽ വന്നിട്ടുള്ള ആരോപണങ്ങൾ അവസാനിക്കുമോ? ഈ വിഷയമാണ് ഡിഫോക്കസ് പരിശോധിക്കുന്നത്. മാധ്യമപ്രവർത്തകൻ SR ശക്തിധരൻ, അദ്ദേഹം തിരുവനന്തപുരം ബ്യൂറോയിൽ തത്സമയമുണ്ടാകും. CR നീലകണ്ഠനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ഒപ്പം റിട്ടയർഡ് പോലീസ് ഓഫീസർ ജോർജ് ജോസഫിനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ശ്രീ SR ശക്തിധരൻ, പി ജയരാജനെതിരായ ബന്ധുനിയമന കേസ് അവസാനിപ്പിക്കുന്നുവെന്നാണ് ഇന്ന് വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ള കാര്യം. അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാനുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നും പറയുന്നു. ജയരാജനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങളാണ് ഈ കേസ് മൂലം അദ്ദേഹത്തിനുണ്ടായത്. മന്ത്രിസ്ഥാനം പോയി, പാർട്ടിയിൽ നിന്ന് നടപടിയുണ്ടായി. ഇത്തരത്തിലുള്ള നടപടികളൊക്കെ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു. ഇപ്പോൾ വിജിലൻസ് എടുത്തിട്ടുള്ള ഈ തീരുമാനപ്രകാരം പി ജയരാജൻ പൂർണ്ണമായും അഴിമതി മുക്തനായി എന്ന് താങ്കൾ വിലയിരുത്തും? പി ജയരാജൻ മന്ത്രിസ്ഥാനം രാജിവെക്കുമ്പോൾ ഒരു അഴിമതിയും അദ്ദേഹം നടത്തിയിട്ടില്ലായിരുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബന്ധുനിയമനം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായില്ല എന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെയും മുമ്പിലുള്ളൊരു വസ്തുതയാണ്. പക്ഷേ അതൊരു വലിയ സംവാദമായി മാറുകയും അത് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയൊരു അപരാധമാക്കി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നടത്തിയ അഭിപ്രായ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പി ജയരാജൻ രാജിവെക്കാനായിട്ട് തയ്യാറായത്. അതിനകത്ത് ഒരു അഴിമതിയും നടന്നിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ആ നിയമനത്തിൽ സാങ്കേതികമായി നടത്തേണ്ട ചില കാര്യങ്ങളിൽ ഉണ്ടായ പിശകുകൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കെണിയിൽപ്പെടുന്നതിന് ഇടയാക്കി എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത. ഈ സുധീർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധു അങ്ങനെ ഒരു പോസ്റ്റ് തനിക്ക് വേണ്ട എന്ന് ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് പി ജയരാജൻ ധാർമ്മികതയുടെ പേരിൽ ഇതൊരു വലിയ സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ സ്വജനപക്ഷപാതം അഴിമതിയുടെ പരിധിയിൽ വരുമെന്നുള്ളത് കൊണ്ട് അതിനകത്തു നിന്ന് മുക്തി നേടണമെങ്കിൽ രാജിവെക്കണം എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വന്നപ്പോൾ കടിച്ചു തൂങ്ങാനൊന്നും നിൽക്കാതെ അന്തസ്സായി രാജിവെച്ച് പുറത്തേക്ക് പോയ മാന്യനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് പി ജയരാജൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. ഒരു അഴിമതിക്കും അദ്ദേഹം വിധേയനാകാതെ മുന്നോട്ട് പോകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് നല്ല ഉറപ്പുമുണ്ടായിരുന്നു.
റൈറ്റ്, ഞാൻ വരാം താങ്കൾക്ക്. ശ്രീ CR നീലകണ്ഠൻ, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹം ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുമോ? ഒരുപക്ഷെ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ അത് വരില്ലായിരിക്കും. പക്ഷേ ഇവിടെ സ്വജനപക്ഷപാതം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ തനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പാർട്ടിയെയും സർക്കാരിനെയും അറിയിക്കുകയും ആ നടപടി അദ്ദേഹം സ്വീകരിച്ചതുമാണ്. അവിടെ ഈ ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം വിജിലൻസ് കേസ് അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് EP ജയരാജൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? അല്ല, ഇവിടെ 2-3 കാര്യങ്ങൾ. ഒന്ന്, വിജിലൻസ് മാറി, അതായത് ജേക്കബ് തോമസ് മാറി, വിജിലൻസ് ബെഹ്റ എന്ന് പറയുന്ന പുതിയ ആളുടെ വന്നു. അതിന്റെ ഒരു വ്യത്യാസം ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ ഒരു ഭരണകക്ഷി അതിന്റെ ഉന്നതനായ നേതാവിനെതിരെ അവിടെ വിജിലൻസിൽ അധികാരം ഇരിക്കുമ്പോൾ അദ്ദേഹം കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തും എന്ന് പ്രതീക്ഷിക്കുകയും വയ്യ. ഇന്ത്യൻ ജനാധിപത്യം നമ്മൾ കുറെ കാലമായിട്ടുള്ള കാണുന്നു. അപ്പൊ വിജിലൻസ് അന്വേഷിച്ചാൽ ഒരു തെളിവും കിട്ടില്ല എന്ന് ആർക്കാണ് അറിയാത്തത്? ഇനി മൂന്നാമത്തെ കാര്യം, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരാൾക്ക് തർക്കമില്ല. കാരണം യോഗ്യതയില്ലാത്ത ഒരാളെ നിയമിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെ തീരുമാനമെടുക്കുന്നതാണ് ഒരു മന്ത്രിയുടെ പേരുള്ള തെറ്റ്. അയാൾ പിന്നെ ജോയിൻ ചെയ്യാതിരിക്കുകയോ ഒക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഇയാളെ നിയമിക്കുമ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടത്ര ക്വാളിഫിക്കേഷൻ ഇല്ല, എക്സ്പീരിയൻസ് ഇല്ല, അതിന് യോജിച്ച ആളല്ല ഇയാൾ എന്ന് അറിയാമായിരുന്നു. എന്നിട്ടാണ് നിയമനം നടത്തിയത്. തെറ്റാണ് ചെയ്യുന്നത് എന്നറിഞ്ഞ് സ്വന്തം ആൾക്കു വേണ്ടി അത് ചെയ്യാൻ തീരുമാനിച്ച ആളാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ സ്വജനപക്ഷപാതം എന്നതിൽ വിഷയത്തിൽ ഇത് വരുന്നുണ്ട്. ഇനി വിജിലൻസിന് നിൽക്കില്ലെങ്കിൽ പോലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ലോകായുക്ത പോലെയുള്ള ഏജൻസികളിൽ ഇത് നിൽക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പൊ വിജിലൻസ് ഇത് തള്ളിക്കളയട്ടെ. വിജിലൻസ് ഇപ്പോ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ കോടതി എന്താ തീരുമാനിക്കാന്ന് എനിക്കറിയില്ല. വിജിലൻസിന് തെളിവില്ല എന്ന് പറഞ്ഞാൽ കോടതിക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. പോലീസുകാരൻ പോയിട്ട് ഇയാൾ കള്ളനല്ല എന്ന് പറഞ്ഞാൽ പിന്നെ കള്ളനെ പിടിക്കാൻ കോടതിക്ക് ഒരു വകുപ്പില്ല. അത് കോടതിയുടെ ഒരു പരിമിതിയാണ്. പക്ഷേ ഇത് അത്രത്തോളം തീരില്ല. മാത്രവുമല്ല, അഴിമതി അല്ലെങ്കിൽ സ്വജനപക്ഷപാതം പാർട്ടി തന്നെ സംബന്ധിച്ചതും ജനങ്ങൾ സംബന്ധിച്ചതുമാണ്. പിന്നെ ശക്തിധരൻ സാർ പറയുന്നത് പോലെ ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹമെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയേ ഇല്ലായിരുന്നു. നിഷ്കളങ്കനല്ല. നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൃത്യമായ വ്യവസ്ഥ വെച്ച് ആളുകളെ നിയമിച്ചപ്പോൾ ഇതിൽ മാത്രം സ്വന്തം ബന്ധുവിനെ നിയമിക്കാൻ തീരുമാനിച്ചു. ഇവിടെ മാത്രമല്ല, മറ്റു പല ബന്ധു നിയമനങ്ങളുമുണ്ട്. ഞാനിപ്പോ ജയരാജൻ ഒരു ഭയങ്കരമായ കുറ്റം ചെയ്തു എന്ന അഭിപ്രായം എനിക്കില്ല. കാരണം ഇതിനു മുമ്പിലത്തെ ഗവൺമെന്റും ഈ ഗവൺമെന്റിലും തന്നെ പല ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോഴും പല വിവാദങ്ങളുമുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ പോലും ഇദ്ദേഹം തെറ്റ് ചെയ്തു എന്ന ചോദ്യത്തിന് തെറ്റ് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. പാർട്ടിയും എങ്ങനെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടാത്തത്. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം എളുപ്പം കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. റൈറ്റ്, ഞാൻ താങ്കളേക്ക് വരാം. ശ്രീ SR ശക്തിധരൻ, അതാണ് ഇവിടെ പിശക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ബോധപൂർവമായിട്ടുള്ള പിശക് തന്നെയായിരുന്നു. ജയരാജൻ അറിയാത്തതല്ല. സുധീർ നമ്പ്യാറിന് മതിയായ യോഗ്യതയില്ല ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ള കാര്യം ജയരാജൻ അറിയാത്തതല്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിയമിക്കാനുള്ള ഫയലിൽ ഒപ്പിട്ടു. അദ്ദേഹം അത് സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു കാര്യം. അവിടെ സ്വജനപക്ഷപാതം നടന്നിട്ടുണ്ട്. അത് ഈ പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഈ സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ നടപടിയും എടുത്തത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ഗവൺമെൻറ്റിൻ്റെ ആരംഭഘട്ടത്തിലുണ്ടായിട്ടുള്ള ഒരു നിയമനത്തിൽ ഇത്തരത്തിലുള്ള വലിയൊരു അപരാധം വന്നു പോയിരിക്കുന്നു എന്നുള്ള വ്യാപകമായ പ്രചരണങ്ങൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം സുധീറിന് അതിനുള്ള യോഗ്യത ഇതിൻ്റെ തലപ്പത്ത് വരാനായിട്ടില്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതിനൊക്കെയുള്ള യോഗ്യത അയാൾക്കുണ്ട്. അതിനേക്കാൾ യോഗ്യത കുറഞ്ഞ ആളുകൾ ആ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ കേരളത്തിൽ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം. അതിനകത്ത് ഈ സ്വജനപക്ഷപാതത്തിൻ്റേതായിട്ടുള്ള ആക്ഷേപം വന്നു കഴിഞ്ഞപ്പോൾ അത് സ്വജനപക്ഷപാതം എന്ന് പറയുന്നത് അഴിമതിയുടെ പരിധിയിൽ വരും എന്നുള്ളത് ഒരു വസ്തുതാപരമായ കാര്യമായതുകൊണ്ട് കൂടിയാണ് അതൊരു ശരിയായ നടപടിയായില്ല എന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ തോന്നുകയും മുഖ്യമന്ത്രി അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്ത അവസ്ഥയിലാണ് ജയരാജൻ അതിനു മുമ്പ് തന്നെ സുധീർ തനിക്ക് താൻ ഈ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിയുടെ ഓഫീസിൽ കത്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ. അതൊന്നും നമ്മുടെ പത്രങ്ങൾ ആ സമയത്ത് യഥാസമയത്തൊന്നും വെളിപ്പെടുത്തിയില്ല എന്നുള്ളത് ഞാൻ കുറ്റം പറയുകയല്ല, അതായിരുന്നു വസ്തുത. അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ ഇതിനെതിരെ വിജിലൻസ് കേസെടുത്തതൊക്കെ കുറച്ച് കടന്ന കൈയായി പോയി എന്നാണ്
ഇപ്പോൾ വിജിലൻസിന് തന്നെ തോന്നിയിട്ടുള്ളത് അതിപ്പോൾ ബെഹ്റ വന്നതുകൊണ്ടൊന്നുമല്ല, അല്ലാതെ തന്നെ ആ രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം വസ്തുതാപരമായി EP ജയരാജനെതിരായിട്ട് കേസ് നിലനിർത്താനായിട്ട് വിജിലൻസിന് ആവശ്യമായ തെളിവുകളോ സാക്ഷികളോ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വിജിലൻസ് ആ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ നാണം കടയേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് അത് വേണ്ടെന്ന് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു. ശ്രീ SR ശശിധരൻ, ഇവിടെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ളത് ജയരാജൻ തന്നെ സമ്മതിച്ച കാര്യമാണ്. മാത്രവുമല്ല, വിജിലൻസ് ഒരു ഘട്ടത്തിൽ അന്വേഷിക്കുന്നു, ആ അന്വേഷണം ഒരു രീതിയിൽ നടന്നു. പാർട്ടിയും കൃത്യമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ ജയരാജനെതിരെ നടപടിയും എടുത്തത്, അല്ലാതെ അതും ധാർമ്മികതയുടെ പേരിൽ മാത്രമല്ലല്ലോ. അല്ല അതാണ് മനസ്സിലാക്കേണ്ടത്. പാർട്ടിക്കകത്ത് നടപടിയെടുക്കുന്നതും ഗവൺമെൻറ് തലത്തിൽ നടപടിയെടുക്കുന്നതും രണ്ടും രണ്ടായിട്ട് നമ്മളിതിനെ കാണണം. ഗവൺമെൻറ് തലത്തിൽ നടപടിയെടുത്തില്ലായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കാനില്ലായിരുന്നു. വേണമെങ്കിൽ ഈ മറ്റേ നിയമനവുമായി മുന്നോട്ട് പോകാമായിരുന്നു. അവിടെയാണ് പാർട്ടിയുടേതായിട്ടുള്ള ധാർമ്മികത പ്രകടിപ്പിച്ചതും ഈ കാര്യത്തിൽ മറ്റേ എടുത്ത നടപടികൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാങ്കേതികമായ ചില പിശകുകൾ അതിനകത്ത് പറ്റിയിട്ടുണ്ട്. ജയരാജനെ പോലെ ഉന്നതനായ ഒരു നേതാവ് ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രതയില്ലാതെ വെറുതെ ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു ആരോപണം വിളിച്ചു വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് പാർട്ടിയെ നാണം കെടുത്തുന്നതിനും പാർട്ടിക്ക് അപമാനം ഉണ്ടാക്കുന്നതിനും ഇടയാക്കും എന്നുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി ആ അഭിപ്രായം പ്രകടിപ്പിച്ചത്. ആ അഭിപ്രായം പ്രകടിപ്പിച്ച ഉടനെ തന്നെ ജയരാജൻ രാജി നൽകാൻ തയ്യാറായതും അതിനു മുമ്പ് തന്നെ സുധീർ എനിക്ക് ഈ സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വ്യവസായ മന്ത്രിയുടെ ഓഫീസിൽ കത്ത് കൊടുക്കുകയും ചെയ്തത്. ഇത്രയെല്ലാം കാര്യങ്ങൾ അതിനകത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയേറെ വാദകോലാഹലങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് അതിനു മുൻപും ഈ സുധീറിൻ്റെ മദർ നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്തും ചില ആക്ഷേപങ്ങൾ അവർക്കെതിരായി ഉയർന്നു വരികയുണ്ടായി. അതുമെല്ലാം കൂടി പരിഗണിക്കേണ്ട ഒരു ഘട്ടം പാർട്ടിക്കകത്തുണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. അതെല്ലാം കൂടി പരിശോധിച്ചുകൊണ്ടാണ് പാർട്ടി ഈ കാര്യത്തിൽ ചില നടപടികളിലേക്ക് പോകാൻ തയ്യാറായത്. അത് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ആ പാർട്ടിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതാണ്. മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം രാജിവെച്ചത് അഴിമതി മുക്ത കേരളം ഈ രാജ്യത്ത് വരണം എന്നാഗ്രഹിക്കുന്ന ഒരു പ്രകടന പത്രികയുമായി മുന്നോട്ട് വന്ന LDFൻ്റെ സൽപ്പേര് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി കൂടിയാണ് EP ജയരാജൻ ഒരു തൊടുന്യായവും പറയാതെ രാജി കൊടുത്തതെന്ന് കൂടി നാം മനസ്സിലാക്കണം. ആ വശം കൂടി നാം പരിശോധിച്ചുകൊണ്ട് വേണം ഇതിലെ ധാർമ്മികതയെക്കുറിച്ച് വിവേചനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നാം ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. ഡിഫോക്കസ് തുടരുന്നു. റിട്ടയർഡ് SP ജോർജ് ജോസഫ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ വിജിലൻസിന് വലിയ വിമർശമാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത്. സൂപ്പർ പവറായി നിങ്ങൾ പ്രവർത്തിക്കേണ്ടതില്ല, പോലീസിന്റെ ഒരു ഭാഗം മാത്രമാണ് വിജിലൻസ് എന്നതടക്കം കേസിന്റെ തുടക്കഘട്ടം മുതൽ ആ രീതിയിലുള്ള വിമർശനം വിജിലൻസ് കേൾക്കുന്നുമുണ്ട്. ഒരു അമിതാവേശം ഇക്കാര്യത്തിൽ വിജിലൻസ് നടത്തിയോ? അതെ, വിജിലൻസ് കാണിച്ചത് അമിതാവേശം തന്നെ, ശുദ്ധ മണ്ടത്തരം. പോലീസ് ഒരു നിയമത്തെ പറ്റി തെറ്റായി വ്യാഖ്യാനിച്ചു ഒരാളെ രക്ഷപ്പെടുത്താൻ പാടില്ല. തെറ്റായി വ്യാഖ്യാനിക്കേണ്ടതൊന്നും അല്ല, കൃത്യമായ നിയമം വിജിലൻസ് ഇക്കാര്യത്തിൽ വിജിലൻസ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിനകത്ത് ഉണ്ട്. കാരണം ഒരു കൈക്കൂലി കൊടുക്കുകയോ അഴിമതി കാണിക്കുകയോ അഴിമതി കാണിക്കാൻ ശ്രമിക്കുന്നതും കുറ്റകരം, രണ്ടിനും ഒരേ ശിക്ഷയാണ്. അഴിമതി കാണിച്ചാലും ഒരു ശിക്ഷ, അഴിമതിക്ക് ശ്രമിക്കാനും ആ ശ്രമത്തിനും ഒരു അറ്റംപ്റ്റിനും ഒരേ ശിക്ഷ. അപ്പം വിജിലൻസ് ഇതിനകത്ത് വ്യാഖ്യാനിച്ചിരിക്കുന്ന ഇതിനകത്ത് പണം കൈമാറ്റമില്ല, സർക്കാരിന് നഷ്ടമില്ല എന്ന വ്യാഖ്യാനം തെറ്റ്. ഹൈക്കോടതി കൃത്യമായിട്ട് അത് പിടിച്ചിരിക്കുന്നു. ഈ അന്വേഷണം നടത്തിയ വിജിലൻസ് ഓഫീസർ ആരായാലും ശരി, അദ്ദേഹത്തിനെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യണം. കാരണം പെർഫെക്റ്ററി ഇൻവെസ്റ്റിഗേഷൻ, തെറ്റായ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. കാരണം 13(1)D PC ആക്ട് 13(1)D അനുസരിച്ച് ഒരു കറപ്ഷൻ നടത്തുന്നതും അതിനെ ശ്രമിക്കുന്ന അല്ലെ അറ്റംപ്റ്റ് ചെയ്യുന്നതും കുറ്റകരമാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആരായാലും ശരി ഈ കാര്യം തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. അത് ഹൈക്കോടതി നടപടിയെടുക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം വിജിലൻസിന്റെ ആംഗിള് എന്താണ് എന്ന് കൃത്യമായി ഹൈക്കോടതി ഇപ്പം അത് പറഞ്ഞിട്ടുണ്ട്. 6-ാം തീയതി ഉള്ളതിന് ഹൈക്കോടതി ഏജൻസിയായിട്ട് ഒബ്സർവേഷൻ നടത്തുമെന്ന് തോന്നുന്നു.
സ്വജനപക്ഷപാതം കാണിച്ചു എന്നത് EP ജയരാജൻ സമ്മതിച്ചു, പാർട്ടി സമ്മതിച്ചു. പാർട്ടിക്ക് ഇനി കൂടുതൽ തെറ്റുകൾ ഇയാൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിനെ കൊണ്ട് രാജിയും ലഭിച്ചു. അപ്പൊ കുറ്റം ചെയ്തു എന്ന് ഉറപ്പായി. ഇനി അതിനൊരു വ്യാഖ്യാനം വിജിലൻസിന്റെ ആവശ്യമില്ല. ആരാണ് വിജിലൻസിന് ആ കേസ് അന്വേഷിച്ചിട്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തത് അങ്ങനെ അതിന് ഉത്തരവാദിത്തം വഹിച്ചേ പറ്റുള്ളൂ. കാരണം ഒരു മന്ത്രി ആയി സത്യപ്രതിജ്ഞ, ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രി സ്വജനപക്ഷപാതമോ കറപ്ഷനോ ഒന്നും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. സത്യപ്രതിജ്ഞ ലംഘനം തന്നെ ഇവിടെ മന്ത്രി നടത്തി എന്നുള്ളതാണ്. പാർട്ടിക്ക് അത് അതിന്റെ സീരിയസ്നെസ് പാർട്ടിക്ക് മനസ്സിലായപ്പോൾ പാർട്ടി അദ്ദേഹത്തിനെ കൊണ്ട് ശ്രീ ജോർജ് ജോസഫ്, അതായത് താങ്കൾ പറയുന്നത് പ്രകാരം ഇവിടെ സ്വജനപക്ഷപാതം എന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെ ഹൈക്കോടതി അത് മുഖവിലേക്ക് എടുക്കുമെന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും 13(1)D എന്ന് പറയുന്ന VC ആക്ടിനകത്ത് കിടപ്പുണ്ട്. അത് എങ്ങനെയാണ് അത് മാറ്റി? ആ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനല്ലേ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ? അദ്ദേഹം പാർട്ടിക്കാരെ നോക്കാനല്ല അവിടെ ഇരിക്കുന്നത്. പാർട്ടിക്കാർക്ക് താല്പര്യമുള്ളവരെയൊക്കെ പല പോസ്റ്റിലും വെക്കുമായിരിക്കും. പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥന് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇരുന്നാൽ അങ്ങേര് തന്നെ ജയിലിൽ പോകുന്നതാണ് ഞാൻ പറയുന്നത്. ഹൈക്കോടതി ഇത് നോക്കിക്കോളൂ. എന്റെ വ്യക്തിപര അഭിപ്രായം അനുസരിച്ച് ഹൈക്കോടതി ഇത് അഡ്വൈസായിട്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥന് അഡ്വൈസായിട്ട് ഒബ്സർവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ പെർഫെക്റ്ററി ഇൻവെസ്റ്റിഗേഷൻ അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുത്തേ പറ്റുള്ളൂ എന്നാണ് എന്റെ നിഗമനം. റൈറ്റ്. ശ്രീ CR നീലകണ്ഠൻ, അതാണ് വിജിലൻസിന്റെ ഭാഗത്ത് നിന്നൊരു വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് മുൻകാല പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. സ്വജനപക്ഷപാതം എന്നുള്ളത് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കും. അത് അന്വേഷിക്കാതെ മറ്റ് ചില കാര്യങ്ങളിൽ ക്ലീൻ ചിറ്റ് നൽകുന്ന രീതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ കേസ് അവസാനിപ്പിക്കുന്നു എന്ന് കോടതിയിൽ പറയുന്നു. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിജിലൻസിന്റെ അടക്കം തലപ്പത്ത് വന്നിട്ടുള്ള മാറ്റം ഇത്തരം കേസുകളിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. വിജിലൻസിന്റെ തലപ്പത്ത് വന്ന മാറ്റം തീർച്ചയായും ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ശക്തിധരൻ പറയുന്നത് പോലെ ധാർമ്മികതയൊക്കെ നമുക്ക് വേണമെങ്കിൽ കോടതി ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ധാർമ്മികതയുടെ ഒന്നും അല്ല വിഷയം. ധാർമ്മികതയൊക്കെ പാർട്ടിയോ ആരൊക്കെ നോക്കട്ടെ. ഇവിടെ നേരത്തെ നമ്മുടെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പൊ ഒരു കാര്യം, ഇത് ചർച്ചയൊന്നും വന്നില്ലെങ്കിൽ, മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ലെങ്കിൽ സുധീർ നമ്പ്യാർ ആ സ്ഥാപനത്തിന്റെ MD ആകുമായിരുന്നു. അതിന് ആരാണ് കാരണക്കാരൻ? അത് ജയരാജനാണ്. പിന്നെ സാർ പറയണ പോലെ അദ്ദേഹത്തിന് യോഗ്യതയുണ്ടെന്ന് പറഞ്ഞാൽ യോഗ്യതയില്ല എന്ന് കണ്ടെത്തിയത് ഇവരൊന്നുമില്ല, ഇവിടുത്തെ റിയാബ് തന്നെയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ MDമാരെ നിയമിക്കാൻ അതിന് കൃത്യമായ ഒരു മാനദണ്ഡം ഉണ്ടാക്കിയത് നമ്മുടെ റിയാബ് എന്ന് പറയുന്ന സർക്കാർ സ്ഥാപനമാണ്. ആ സ്ഥാപനം ഉണ്ടാക്കിയ മാനദണ്ഡങ്ങളാണ് ഇവിടെ ലംഘിക്കപ്പെട്ടത്. എന്താ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് മാത്രം മാനദണ്ഡം ലംഘിക്കാൻ വഴി എന്നാണ് ചോദ്യം. അതുകൊണ്ടാണ് വന്നത്. അല്ലെങ്കിൽ ആരെയും ആക്കാം. അതിനേക്കാൾ കുറഞ്ഞ ആളുകൾ വന്നിട്ടുണ്ടാവാം, കൂടിയ ആളുകൾ വന്നിട്ടുണ്ടാവാം. പക്ഷെ ഒരു മാനദണ്ഡം ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയാൽ ആ മാനദണ്ഡം ആ ഗവൺമെന്റിൽ ഒരു മന്ത്രി ലംഘിച്ചു, അത് ആളുകൾക്ക് വേണ്ടിയാണ് എന്ന് വന്നാൽ, അതിന് അദ്ദേഹത്തിന് ബോധപൂർവമായ ഇടപെടലുണ്ട് എന്ന് വന്നാൽ, അറ്റംപ്റ്റ് ടു കറപ്ഷൻ, നേരത്തെ പറഞ്ഞതുപോലെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ 13(D) അനുസരിച്ച് കൃത്യമായും കേസെടുക്കേണ്ടത് തന്നെയാണ്. അതുപരി കോടതി എന്ത് പറയുന്നു ഞാൻ എനിക്കറിയില്ല. തീർച്ചയായിട്ടും അത് കറപ്ഷന്റെ വകുപ്പിൽ തന്നെ പെടുന്നതാണ്. അതുകൊണ്ട് ധാർമ്മികതയൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. ഇത് കേസ് മുമ്പോട്ട് പോകാൻ കോടതി തീരുമാനിച്ചാൽ അത് വലിയ അടിയായിരിക്കും ഉണ്ടാവുക. എന്തായാലും രാഷ്ട്രീയമായി ജയരാജൻ രാജിവെച്ചതുകൊണ്ട് പാർട്ടിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ ഇനിയും ഇതില്ല കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. കോടതിയും നിയമവും തീരുമാനിക്കട്ടെ എന്ന് ഇപ്പൊ പറയുന്നു. റൈറ്റ്. ശ്രീ SR ശക്തിധരൻ, അത്തരമൊരു ക്ലോസ് അവിടെ ഇല്ലേ? എന്തായാലും കോടതിയുടെ തീരുമാനം വരാൻ പോവുകയാണ്. വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചു റിപ്പോർട്ട് നൽകി എന്നതൊഴിച്ചാൽ സ്വജനപക്ഷപാതം എന്നുള്ള കാര്യം അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം തെറ്റ് സമ്മതിച്ച് രാജിവെച്ച കാര്യവും പാർട്ടിയിൽ അദ്ദേഹം നടത്തിയ കാര്യവും ഒക്കെ അവിടെയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള ക്ലോസ് അവിടെ തന്നെയുണ്ട്. അതിൽ കോടതിയുടെ തീരുമാനമാണ് ഇനി വരാനിരിക്കുന്നത്. അതെ, കോടതിയുടെ ആ തീരുമാനം വരുമ്പോൾ നമുക്കതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ചർച്ചകൾ നടത്താവുന്നതാണ്. കോടതി എനിക്ക് തോന്നുന്നത് വിജിലൻസ് ഇതിനകത്ത് കുറച്ച് അമിതാവേശം കാണിച്ചു എന്നുള്ളൊരു ഫീലാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാവണമെന്നില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നേരത്തെ ജോർജ് DYSP പറഞ്ഞതുപോലെ ആ അധികാരം ഉപയോഗിച്ച് കോടതി നടപടികളിലേക്ക് പോകുമ്പോൾ ജയരാജനേക്കാൾ മുൻപ് ആ കാര്യങ്ങൾ അന്വേഷിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള സ്ട്രിക്ചസ് വരുമോ എന്നുള്ളതാണ് നാം ഇനി പ്രതീക്ഷിക്കേണ്ടത്. അതാണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങളും ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്.
ഏതായാലും ഈ കേസ് അവസാനിപ്പിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അന്വേഷണം ഏറ്റെടുത്ത വിജിലൻസ് തന്നെ ബോധ്യമായത് അവരുടെ കയ്യിൽ അതിനാവശ്യമായിട്ടുള്ള എവിഡൻസോ മറ്റ് സാക്ഷികളോ ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ ആ പ്രശ്നത്തിൽ ഈ പറഞ്ഞതുപോലെ സാമ്പത്തികമായ ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ള കണ്ടെത്തലും എല്ലാം നടത്തിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് വലിയ പ്രയോജനമില്ല എന്ന് വിജിലൻസിന് സ്വയം തോന്നിയത് കൊണ്ട് തന്നെയാണ് അവരിങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് വിജിലൻസിന് എതിരായിട്ടുള്ള ഒരായുധമായി ഹൈക്കോടതിയുടെ പരാമർശത്തിൽ നാം കാണേണ്ടതും. അവിടെയാണ് ഇനി ഹൈക്കോടതി എന്തായിരിക്കും ഇത് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെതിരായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷാവിധിയോ പ്രഖ്യാപിക്കുമോ എന്നുള്ള അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീ SR ശക്തിധരൻ, ഒരു കാര്യം കൂടി, എന്തായാലും ഇത് വിജിലൻസിന്റെ ഇത് പ്രകാരം ഹൈക്കോടതി കേസ് അവസാനിപ്പിക്കണം എന്ന് പറയുകയാണെങ്കിൽ EP ജയരാജൻ വീണ്ടും മന്ത്രിസഭയിലേക്ക് തിരിച്ചു വരുമോ? അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട പദവികൾ തിരിച്ചു കൊടുക്കാൻ ഈ പാർട്ടി തയ്യാറാകുമോ? താങ്കൾ എങ്ങനെയാണ് അത്തരം വിഷയങ്ങളെ കാണുന്നത്? അല്ല, ആ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ആ വിഷയം വരുന്നില്ല. കാരണം EP ജയരാജൻ എനിക്ക് മന്ത്രിയാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ അത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അത് പാർട്ടി യഥാവിധി ആ സംഭവം അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആവശ്യമായ നടപടികളിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പോൾ ഏതായാലും EP ജയരാജൻ ഉടനെ തന്നെ ഇങ്ങനെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ഇതുണ്ടായതുകൊണ്ട് മാത്രം മറ്റേ മന്ത്രിസഭയിലേക്ക് വരും എന്ന് പറയാൻ ഞാൻ ആളല്ല. എന്ന് മാത്രമല്ല, ഈ കാര്യത്തിൽ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം വരെ ഇടപെട്ടുള്ളതായതുകൊണ്ട് അതിനകത്ത് കുറേ കാലതാമസത്തിൻ്റേതായ പ്രശ്നം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുമാത്രമല്ല, പാർട്ടിയുടെ സംഘടനാ സമ്മേളനങ്ങളൊക്കെ നടക്കാനായിട്ട് ഇനി അധിക സമയമൊന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ ഈ വക പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകാനായിട്ട് പാർട്ടി ധൃതിപ്പെടുമോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചും സംശയമുണ്ട്. എന്തായാലും അതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്താകും അന്തിമ തീരുമാനമെടുക്കുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. വളരെ നന്ദി ശ്രീ SR ശക്തിധരൻ, CR നീലകണ്ഠൻ, ജോർജ് ജോസഫ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.